എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും ഈദ് മുബാറക്. ഞാൻ ഇന്നലെ മുതൽ മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും കോൺഗ്രസിന്റെ നേതാവുമായ അഡ്വക്കേറ്റ് വീണക്കെതിരെ കുറെ ചാണക കീടങ്ങൾ, പുഴുക്കുത്തുകൾ, ഇങ്ങനെ രാഷ്ട്രീയ മര്യാദയും മറ്റ് രാഷ്ട്രീയ ധാർമ്മികതയൊക്കെ പഠിപ്പിക്കുന്ന വീഡിയോസൊക്കെ ചെയ്യുന്നതായിട്ട് കേട്ടു. ഒരു ചാന്തുപെട്ടിനെ പോലത്തെ ഒരു വൃത്തികെട്ടവനുണ്ട്, ഒരു ചാണകം. RSSന്റെ തോന്നുന്നു, എനിക്ക് തോന്നുന്നു ആ ചാണകത്തിന്റെ ഒരു ചാനലാന്ന് തോന്നുന്നു യൂട്യൂബിനകത്ത്. ആ പമ്പര വീഡിയോ ഒക്കെ എന്തൊക്കെയാ വിളിച്ച് പറയുന്നത്. വീണ ഏതോ ഒരു പോസ്റ്റ് ഇട്ട് ആ പോസ്റ്റ് ജിഹാദികളെ ഭയപ്പെട്ട് വിഡ്രോ ചെയ്ത് മുങ്ങിയെന്നൊക്കെയാണ് നാണം കെട്ട ചാണകം പറയുന്നത്. വീണ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയ മൂല്യം എന്ന് പറഞ്ഞ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സാ. ബ്രിട്ടീഷുകാരുടെ മുമ്പിൽ പോലും തലകുനിക്കാതെ നെഞ്ചു വിരിച്ചു നിന്ന് തീതുപ്പുന്ന തോക്കിന് മുന്നിൽ പോലും നട്ടല് പണയപ്പെടുത്താതെ സ്വാതന്ത്ര്യം നേടിത്തന്ന പാർട്ടിയുടെ മൂവർണ്ണ പതാക പിടിക്കുന്ന വീണ ഏത് ജിഹാദികളുടെ മുമ്പിലാണോ തലകുനിക്കുക? നാണം കെട്ട വർഗമേ, ചാണകമേ. ബ്രിട്ടീഷുകാരുടെ നൊക്കിത്തടിച്ച പാരമ്പര്യവും മാപ്പിന്റെ പാരമ്പര്യമുള്ള താനൊക്കെ വന്നിട്ടാണോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാക്കന്മാരെ കരിവരുത്തേക്കാൻ ശ്രമിക്കുന്നത്? ഏതെങ്കിലും RSSന്റെ നാഗ്പൂർ ശാഖയിൽ പോയിട്ട് അങ്ങ് ഛർദ്ദിക്കണോ വൃത്തികെട്ടവനെ? വീണ കൃത്യമായിട്ട് തന്നെ വളരെ ആ പോസ്റ്റ് വിഡ്രോ ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, അത് വീണ എഴുതിയ പോസ്റ്റ് അല്ല. ഒരു സ്ക്രീൻഷോട്ടിന്റെ എന്തോ കിട്ടിയപ്പോൾ സ്വാഭാവികമായിട്ട് മുമ്പും പിമ്പും ആലോചിക്കാതെ വീണ അത് പോസ്റ്റ് ചെയ്തു. പിന്നീട് വീണ അത് ശ്രദ്ധിച്ചപ്പോൾ അതിനകത്തുള്ള വാചകങ്ങൾ ഇന്നത്തെ സംഭവത്തിനകത്ത് യോജിക്കാത്തത് എന്നുള്ളത് കൊണ്ട് മാത്രം വീണ അത് വിഡ്രോ ചെയ്ത് അടുത്ത പോസ്റ്റ് അതിനകത്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ പറയാ ഈ ചാണകങ്ങൾ ഛർദ്ദിക്കുക. അത് വീണ ജിഹാദികൾ വന്ന് ആ പോസ്റ്റിന്റെ കീഴിൽ കമന്റ് ഇട്ടതുകൊണ്ട് ഭയപ്പെട്ടിട്ട് പിൻവലിച്ചോടിയാണ്. എവിടെ വരെ എത്തി? തല കുനിക്കുന്നു, അങ്ങോട്ട് ചരിക്കുന്നു, ഇങ്ങോട്ട് ചരിക്കുന്നു. പോടാ നിങ്ങളൊക്കെ. ഞങ്ങളുടെ നേതാക്കന്മാർ രാഷ്ട്രീയം പഠിപ്പിക്കാനാ ചാണകങ്ങള്. എന്നിട്ട് അത് ഉദാഹരണം ഞാൻ പറയുന്ന പോസ്റ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ ഫലസ്തീനുമായിട്ടൊരു ഏറ്റുമുട്ടൽ നടക്കുന്നുണ്ട്. അവിടെ ഞങ്ങളെ കട്ടപ്പനയുള്ള ഒരു പ്രിയപ്പെട്ട സഹോദരി ഒരു മിസൈൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അത് സ്വാഭാവികമായിട്ടൊരു യുദ്ധം നടക്കുന്ന പ്രദേശത്താകുമ്പോൾ മിസൈലൊക്കെ വിടുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെയുള്ള ജനങ്ങളും ഒക്കെ കൊല്ലപ്പെടാറുണ്ട്. അത് സ്വാഭാവികമാണ്. അവിടെ യുദ്ധം നടക്കുക എന്നുള്ള ഈ ലോകത്ത് അരിഭക്ഷണം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം. ഒരു പലസ്തീനികളുടെ നിലനിൽപ്പിന്റെ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് അവിടെ ഇസ്രായേൽ അഴിഞ്ഞാടിയപ്പോൾ അവരതിനെ പ്രതിരോധം തീർക്കാൻ വേണ്ടി മിസൈൽ വിടുന്ന അതിലെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതിനെന്തോ ഒരു വർഗീയ തീവ്രവാദികളാൽ കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ കുറെ ചാണകങ്ങൾ ഇങ്ങനെ പൊട്ടിക്കരയുന്നൊക്കെ കണ്ടിട്ട്, നാണം കെട്ട വർഗങ്ങളെ, സ്വന്തം ഇന്ത്യ രാജ്യത്തുള്ള ജനങ്ങളോട് യുദ്ധം ചെയ്യുന്ന നാണം കെട്ട നീയൊക്കെ വന്നിട്ടാണോ കോൺഗ്രസിന്റെ നേതാക്കന്മാരെയും മറ്റുള്ളവരെയും ഒക്കെ ആക്ഷേപിക്കുന്ന നാണം കെട്ടവരെ? അറിയോ, നീ ഇതിപ്പം ഇന്ന് കുറച്ചല്ലോ കുറെ ഇതായിട്ട് ഞങ്ങളെ വീണക്ക് രാഷ്ട്രീയം പഠിപ്പിക്കാനും കോൺഗ്രസിന്റെ നേതാക്കന്മാരെ രാഷ്ട്രീയം പഠിപ്പിക്കാനും കുറെ കുളാണ്ടർമാർ വന്ന് പറഞ്ഞില്ലേ ഇപ്പൊ ഇതിനകത്ത്? അതൊക്കെ തെറ്റാണ്, ജിഹാദികളെ ഭയപ്പെട്ടിട്ടാന്നൊക്കെ പറഞ്ഞില്ലേ? നാണം കെട്ടവരെ. ഉത്തർപ്രദേശിനകത്ത് ഇന്ന് ഞങ്ങളൊരു സഹോദരി മരണപ്പെട്ടിട്ടുണ്ട്, ഒരു നേഴ്സ് ഓക്സിജൻ കിട്ടാതെ. നിന്റെയൊക്കെ ഈ എന്താ പറയാ ചാണകം എന്താ പറയുക യോഗിയ പൂകിയ എന്താണ് അവൻ ഭരിക്കുന്ന ആ പ്രദേശത്ത്? എന്താ നിനക്കൊന്നും ബ്ലോഗ് ചെയ്യാൻ പറ്റാത്തത്? നാണം കെട്ടവരെ. എന്നിട്ട് വന്നിട്ട് ഇവിടെ കൊണച്ചങ്ങ് പറിക്കുക. ഭയങ്കര നിനക്കൊക്കെ എന്ത് രാജ്യസ്നേഹമാണ് നാണം കെട്ടവരെ ഉള്ളത്? ഈ ഗവൺമെന്റ് നമ്മളെ പട്ടാളക്കാരെ പോലും തീവ്രവാദികൾ ഇവിടെ എന്താ പറയുക ബോംബും അതും വെച്ച് കൊന്ന് തള്ളിയിടണം നാണം കെട്ടവരെ ഇല്ലേ? എന്നിട്ട് നിങ്ങളൊക്കെ വന്നിട്ട് ഇവിടെ കുരക്കുക, കോൺഗ്രസിന്റെ പേരിൽ കുരക്കുക നാറികളെ. പറഞ്ഞ അധികമായി പോകും. അതുകൊണ്ട് ഞാൻ ഇന്നലെ ഒന്നും മിണ്ടാണ്ടുന്നത് ഒരു ചാന്ത് പൊട്ടിനെ പോലെ തോന്നുന്നു. ഹിന്ദുക്കളെ ഉണരും. തനിക്കൊക്കെ ആരുടെ ഹിന്ദുക്കളെ അട്ടിപ്പേര് തന്നത് നാണം കെട്ടവനെ? തനിക്കൊക്കെ ഹിന്ദുവിന്റെ സനാതന ധർമ്മം എന്താണെന്ന് അറിയാടോ? നീയൊക്കെ ആദ്യം മനുഷ്യത്വം ഉണ്ടാക്കടോ. നിന്റെയൊക്കെ വിഷം തുപ്പുന്ന ഈ ഇതും തുപ്പിയിട്ട് കാശുണ്ടാക്കി എങ്ങനെയെങ്കിലും ജീവിക്കാൻ വേണ്ടി നോക്കുന്ന നാണം കെട്ടവനെ പോയി അധ്വാനിക്കട. നാണം കെട്ടവനെ. ഹിന്ദുവിനെ ഉണർത്താൻ താൻ ആരാടോ? താൻ തന്റെ കാര്യം നോക്കടോ. കുറെ ഉണ്ട് ഹിന്ദുവേ ഉണരൂ, ഹിന്ദുവേ നീയൊക്കെ ഉണർത്തി ഇക്കോളത്തിലാക്കില്ലടോ രാജ്യത്തിന്. നാണം കെട്ടവനെ. മനുഷ്യരെ തമ്മിലടിപ്പിക്കുന്ന വൃത്തികെട്ടവന്മാര്. രാഷ്ട്രീയമൊക്കെ രാജ്യത്തിന് വേണ്ടി ആയിരിക്കണോ? അഡ്വക്കേറ്റ് വീണക്കെതിരെ അങ്ങ് ചൊറിയാൻ വേണ്ടി വരിക, ഇല്ലാതെ പാച്ചക്കളവ് ഉണ്ടാക്കുക. നീ തലതാഴത്തള. നീ വീണ എന്നുള്ള പേര് വിളിക്കാൻ താനിക്കൊക്കെ സംഘപരിവാറിന്റെ ചാണകങ്ങൾക്ക് എന്ത് യോഗ്യതയാണ് ഉള്ളത്? അത് പറ. നിങ്ങൾ കോൺഗ്രസിന്റെ നേതാക്കന്മാരെ പേരുച്ചരിക്കാന് നാണം കെട്ടവരെ.
ഞങ്ങൾ ഉണ്ടാക്കിയ വീണന്റെ പാർട്ടി ഉണ്ടാക്കിയ രാജ്യമാണ് ഇന്ത്യ രാജ്യവും. ആ വീണനെ നിങ്ങൾ പഠിപ്പിക്കണ്ട, അത് മനസ്സിലാക്കിക്കോ നിങ്ങൾ. പിന്നെ ഒരു മലനാടനും ഏതായാലും ഈ മലനാട് ഓനും കുറെ ഇങ്ങനെ ഉപദേശിക്കുന്നൊക്കെ കേട്ട് താനൊക്കെ ഏത് കൂഷ്മാണ്ട ലോകത്താണോ ജീവിക്കുന്നത്? എന്താ വീണ എന്താ എഡ്യൂക്കേറ്റഡ് അല്ലേ? താനൊക്കെ വീണനെ പഠിപ്പിക്കാൻ വേണ്ടി ആരുടെ താനൊക്കെ വീണനോട് അങ്ങ് ഇങ്ങനെ പിടിച്ചിട്ട് ഉയർത്തിപ്പിടിച്ചിട്ട് അങ്ങ് ഉണ്ടാക്കുക. പറഞ്ഞത് എന്താണോ, അവിടെ പോസ്റ്റ് ചെയ്തത് എന്താണോ രാജ്യത്ത് നടക്കുന്ന വസ്തുത എന്ന് ചിന്തിക്കാനുള്ള സാമാന്യ ബുദ്ധിയുള്ളവരല്ലേ ഇവരുടെ അല്ലേ ഇവിടെ ഉള്ളത്? നായികക്ക് 40 വട്ടം രാജ്യസ്നേഹം ഒണ്ടിയാ നിങ്ങൾക്കുള്ളത്. നിങ്ങളുള്ളത് കൊണ്ടാണ് ഈ രാജ്യം ഇങ്ങനെയായത്. ഇപ്പൊ കൊറോണ വന്നിട്ട് ജനങ്ങൾ ഓക്സിജൻ സാധനം കിട്ടാതെ വീണ് മരിക്കുക. എന്നിട്ട് അതുപോലും കോർപ്പറേറ്റ് കൊടുത്തിട്ട് അത് വാക്സിനേഷൻ പോലും കാശ് ഈടാക്കുന്ന നാണം കെട്ടവരല്ല നിങ്ങൾ. അതിനെതിരൊക്കെ ശബ്ദിക്കണോ നിങ്ങൾ? ഒരു രാജ്യത്തിന്റെ നിലനിൽപ്പിനായി വേണ്ടി അവർ പോരാട്ടം നടക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ടായിരിക്കാം. വേദന തന്നെ, ഞങ്ങളൊക്കെ അതിനകത്ത് വേദനിക്കുന്നവർ തന്നെയാ. പക്ഷെ അതിനെപ്പോലും വർഗീയവൽക്കരിച്ചിട്ട് ഇവിടുത്തെ നമ്മുടെ പ്രദേശത്തുള്ള ജനങ്ങളെ പോലും ഭിന്നിപ്പിക്കുന്ന ഈ നാണം കെട്ട തമ്മാഴ്ത്തലുണ്ടല്ലോ, അത് അവസാനിപ്പിക്കുക. ഇതിനൊന്നും ഒരു നിയമം വകുപ്പ് നമ്മുടെ രാജ്യത്തിൽ ഇതിനൊക്കെ പിടിച്ച് ജയിലിൽ കൊണ്ടു അടക്കാൻ വേണ്ടി വീണനെ പഴയ കുറെ ചാണകങ്ങൾ ഇങ്ങനെ ഇറങ്ങി വരിക. എന്ത് യോഗ്യത എന്നറിയൊക്കെ ഉള്ളത്? അങ്ങനെ തന്നെ പറയും. ഒരു രാഷ്ട്രീയമാണെങ്കിൽ രാഷ്ട്രീയം പറയാണോ? കുറെ വിഷം തുപ്പാൻ മാത്രം. നീയൊക്കെ തുപ്പിയിട്ട് ഒരു ചൂക്കും ചെയ്യാൻ കഴിയത്തില്ലടോ, അത് മനസ്സിലാക്കിക്കോ. നിങ്ങൾ ഒരു പുല്ലും പൊരിക്കാൻ കഴിയത്തില്ല, അത് മനസ്സിലാക്കിക്കോ. എവിടെയായാലും കള്ളത്തരത്തിലെ കൂടി അധികാരത്തിൽ കയറിയ നാറികളല്ലേ നിങ്ങൾ അല്ലേ? ജനാധിപത്യ ഫെഡറൽ സംവിധാനത്തെ അട്ടിമറിച്ചിട്ട് എന്നിട്ട് ഇളക്കുക ഇവിടെ വന്നിട്ട് ആരെയാണ് ഈ വിട്ടികളാക്കുന്നത് നിങ്ങൾ? ഇപ്പൊ ജനാധിപത്യത്തിലെ കൂടി ഒരു അട്ടിമറി കിടക്കാതെ ഒരു ഇവിടെ പശ്ചിമ ബംഗാൾ ഇലക്ഷൻ നടന്ന് അത് കണ്ടല്ലോ ഇപ്പൊ എന്താന്നുള്ള കാര്യം. രാജ്യത്തുള്ള എല്ലാ ഭരണ സംവിധാനവും ഉപയോഗിച്ചു. ഒരു രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി 20 ദിവസം അവിടെ പെറ്റി കിടന്നു. പ്രധാനമന്ത്രി പെറ്റി കിടന്നു. 32 മന്ത്രിമാർ അവിടെ പെറ്റി കിടന്നു. 19 MP-മാർ വെച്ച് കിടന്നു. പെണ്ണൊരുത്തി നട്ടല് വളക്കാതെ നിവർന്നങ്ങ് നിന്ന് നിങ്ങളുടെ മുമ്പിൽ എന്താ അവിടെ കണ്ടെന്നുള്ള കാര്യം ഞങ്ങളൊക്കെ കണ്ടതാ അല്ലേ? മറ്റുള്ള സ്ഥലത്തൊക്കെ കൊണ്ടുപോയിട്ട് EVM കൃത്രിമം കാണിച്ചിട്ട് വിജയിച്ചിട്ട് അങ്ങ് വന്നിട്ട് പറയാ ഞങ്ങളെ ജനങ്ങളങ്ങ് തെരഞ്ഞെടുത്തിയാ പോലും. നാണം കെട്ടവര്. വലിയ രാജ്യസ്നേഹം എന്ത് കമ്മിറ്റ്മെന്റ് ആണോ നിങ്ങൾക്ക് രാജ്യത്തോടും രാജ്യത്തെ ജനങ്ങളോടും ഉള്ളത്? അങ്ങനെയാണെങ്കിൽ ഈ കൊറോണ വൈറസ് ഇങ്ങനെ മാത്രം പടർന്നു പിടിക്കുവാണോ? നാണം കെട്ടവരെ പിടിക്കോ? എന്നിട്ട് ഉളുപ്പില്ലാതെ പറയാ മോങ്ങിജി. എരണം കെട്ടവര്. നാട് ഭരിച്ചാൽ നാട് മുടിയെന്ന് പറയുന്നത് വെറുതെ ഒന്നല്ല. ഒരു രാജ്യത്തെ തകർന്ന് എല്ലാ ലോക രാജ്യങ്ങൾ മുമ്പിലെ കൂടിയും തലകുടിക്കേണ്ട ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് ചാണകം കെട്ടിപ്പോയില്ലട നാരികളെ നിങ്ങൾ. ഒരു രാജ്യത്തിന്റെ ഞങ്ങൾ ഉണ്ടാക്കിയെടുത്ത അഭിമാനം പോലും നിങ്ങൾ കളഞ്ഞു കുടിച്ചില്ലേ? അവിടെയൊക്കെയല്ലേ മാധ്യമങ്ങൾ പുറത്തുവിടുന്നത്? റോയ് ടൈംസ് എന്ന് പറയുന്ന ഇന്ത്യൻ ദേശീയ മാധ്യമങ്ങളൊക്കെ എന്താ പുറത്തുവിട്ട വിവരങ്ങൾ? ചാണകം കെട്ടിപ്പോവുക പോലെ അമേരിക്കന്റെ എയർപോർട്ടിലേക്കൊക്കെ എത്ര വൃത്തിയായിട്ട്. എന്നിട്ട് ഇവിടെ കോൺഗ്രസിന്റെ നേതാക്കന്മാരെ രാഷ്ട്രീയം പഠിപ്പിക്കാന്, രാജ്യസ്നേഹം പഠിപ്പിക്കാന്, പേരുച്ച് കോൺഗ്രസ് എന്ന് ഉച്ചരിക്കാൻ എന്ത് യോഗ്യത, എന്ത് ക്രെഡിബിലിറ്റിയാണ് നിങ്ങൾക്കുള്ളത്? ചാണകത്തിൽ പോയി വീണ് തെരയുന്ന നാറികൾ. മിനിയാന്ന് മുതൽ ഞാൻ കേൾക്കുന്നുണ്ട്. ഞാൻ ആവർത്തിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇതൊന്നും ഞങ്ങൾ പ്രതിരോധം തീർക്കാൻ അറിഞ്ഞുവിടാഞ്ഞിട്ടല്ല. ആ പറയുന്ന ഭാഷയില് 10 കൊണ്ട് സാക്ഷ്യമായിട്ട് തിരിച്ചടിക്കാൻ ഞങ്ങൾക്ക് അറിയാം. അത് മനസ്സിലാക്കിക്കോ നിങ്ങൾ. അറിയാഞ്ഞിട്ടല്ല. 2 ദിവസം ഞാൻ ആത്മസമീപനം പാലിച്ചത് പോട്ടെ നോക്കുമ്പോ ഇന്നും നോക്കുമ്പോ കുണച്ചിട്ട് വരിക. വലിയ അതും പൊക്കി പിടിച്ചിട്ട് വീണന രാഷ്ട്രീയം പഠിപ്പിക്കുക, വീണത മര്യാദ പഠിപ്പിക്കാൻ. അവിടെ താനിക്കൊക്കെ ആ വീണിട്ട് ചേരിപ്പിന്റെ ബാറ് പിടിക്കാൻ യോഗ്യത ഉണ്ടാ നോക്കുക ആദ്യം. എന്നിട്ട് മതി വീണനൊക്കെ വിമർശിക്കാൻ കേട്ടാ. വീണ ഞങ്ങൾക്കറിയാം. അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ 3 പതാക ഉയർത്തിപ്പിടിക്കുന്നവരാ. KSU എന്ന് പറയുന്ന വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലെ കൂടി ഇന്ദ്രനീല പൊൻപതാക ഉയർത്തി വാനിലോർക്ക് ഉയർത്തിപ്പിടിച്ച് നിരവധി സമര പോരാട്ടങ്ങളിലെ കൂടി കടന്നു വന്ന ഒരു നേതാവ് തന്നെയാണ് വീണ. ആ വീണക്കറിയാം എങ്ങനെയൊക്കെ കാണുന്നതും എന്തൊക്കെ കാഴ്ചപ്പാടും രാജ്യത്ത് നടക്കുന്നതൊക്കെ ശ്രദ്ധിക്കാനുള്ള സാമാന്യ ബുദ്ധിയും എന്തൊക്കെ പോഷണം ഇടാനുള്ള കഴിവും സാമർഥ്യവും ഒക്കെ വീണക്കുണ്ട്. അല്ലാതെ നിങ്ങളെ പോലെ ചാണകവും ഗോമൂത്രം കുടിച്ച് നടക്കുന്നവരല്ല. ഏതെങ്കിലും വിഡ്ഢി എന്തെങ്കിലും വിളിച്ച് പറയുമ്പോ അതും പൊക്കി പിടിച്ച് ചാണകം കുടിച്ചാൽ അങ്ങ് കൊറോണ പോകൂ, പ്ലേറ്റ് മുട്ടിയാൽ കൊറോണ ഉണ്ടാകത്തില്ല, ടോർച്ച് തെളിച്ചാൽ മറ്റേ കാണത്തില്ല,
എന്നൊക്കെ പറഞ്ഞേക്കുമ്പോ ആ പമ്പര വിഡിത്തം കേട്ടിട്ട് അതിനെ ആടിക്കളിക്കുന്നവരല്ല പിന്നെ വീണയൊക്കെ നല്ല എഡ്യൂക്കേറ്റഡാ, അത് മനസ്സിലാക്കിക്കോ കേട്ടാ. രാജ്യസ്നേഹം പഠിപ്പിക്കാൻ വരിക. നമ്മുടെ സഹോദരി അവിടെ പിന്നെ കൊല്ലപ്പെട്ടിട്ടും ഉളുപ്പ് വേണം നാരികളെ നിങ്ങൾക്ക്. ഹത്രാസിലൊരു പെൺകുട്ടിയെ, ഞങ്ങളെ സഹോദരിയെ ഇല്ലേ പീഡിപ്പിച്ച് കൊന്ന് കത്തിച്ച് തള്ളിയ നാണം കെട്ട നീയാണോ വന്നിട്ട് ഇവിടെ വീണനെ പഠിപ്പിക്കുന്നത് ആ പാർട്ടിയുടെ ആൾക്കാരായിട്ട്? അതെയോ? എന്നിട്ട് ആ അച്ഛനും അമ്മക്ക് പോലും ആ ശരീരം കാണിച്ചിട്ടില്ല ഇല്ലേ? എന്നിട്ട് വന്നിട്ട് ഇവിടെ ഇളക്കുക. എന്നിട്ട് ലജ്ജിച്ചു പോലും ഇങ്ങനെ പെണ്ണും പിടിച്ചിട്ട്. ഹത്രാസിലൊരു പെൺകുട്ടി, ദളിത് പെൺകുട്ടിയെ പീഡിപ്പിച്ച് കൊന്ന് തള്ളി കത്തിച്ച് എന്നിട്ട് അതിനേരെ ശബ്ദിക്കണ്ട. അതുപോട്ടെ, ഇന്നലെ ഒരു ഓഡിയോ ക്ലിപ്പ് പുറത്തിറങ്ങിയിട്ടുണ്ട്. ഒരു ഞങ്ങളുടെ സഹോദരി, അവരും ജീവിക്കാൻ വേണ്ടി പോയതാ. ഇന്ത്യക്ക് വെളിയിലല്ല, ഇന്ത്യയിൽ തന്നെയാ. ഇന്ത്യയൊക്കെ മറ്റേ വലിയ കോകിയ ഭരിക്കുന്ന ഉത്തർപ്രദേശിനകത്ത് കഴിഞ്ഞ ഒരു മാസമായിട്ടുള്ള അവിടെ ജോലിക്ക് കയറിയിട്ട് ഒരു കുടുംബത്തിന്റെ ഭാരങ്ങളെ ഏറ്റിട്ട് പോയതാ. എന്നിട്ട് കോവിഡ് വന്നിട്ട് ആ നേഴ്സിന് പോലും പിന്നെ ചികിത്സ കൊടുക്കാതെ ആ മരണത്തിലേക്ക് പോയി. അത് ഓഡിയോ ക്ലിപ്പ്. അത് പറയണ്ട, എവിടെയോ ഒരു യുദ്ധം നടക്കുന്ന സ്ഥലത്ത് അബദ്ധവശാൽ ആ രാജ്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി ഒരു മിസൈൽ അങ്ങ് വിട്ടപ്പോഴ് അതിൽ കൊല്ലപ്പെടുന്നത്. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഇവിടെ ഹൂതികളായിട്ടൊക്കെ നമ്മൾ നിൽക്കുന്ന സ്ഥലത്തൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് രാജ്യങ്ങളായിട്ട്. ചില സമയം ഏത് രാജ്യക്കാരാ കൊല്ലപ്പെടുന്നൊന്നും പറയാൻ പറ്റത്തില്ല. അത് അങ്ങനെ സംഭവിക്കൂ. അതിന് മാത്രം ഒരു ഫോക്കസ് ചെയ്ത് കൊണ്ടുവന്നിട്ട് അത് ഇന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ടിട്ട് ഒരു വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന നാണം കെട്ട നിങ്ങളൊക്കെ പോയിട്ട് സെപ്റ്റിക് ടാങ്കിൽ തലകെട്ട് നക്കട. അതും നക്കണ്ട, അതിനപ്പുറം എന്തെങ്കിലും അത് പോയി തിന്ന്. അതാ നല്ലത്, ഇതിലും നല്ലത്. ഓക്കെ, വലിയ പഠിപ്പിക്കാൻ വരിക. 2 ദിവസം 3 ദിവസമായി വീണക്കെതിരെ കുണക്കാൻ വരിക. കുറെ എണ്ണം അങ്ങ് പൊക്കി പിടിച്ചിട്ട് സ്വന്തം അവർ ചെയ്യുന്നത് എന്താന്ന് അറിയുന്നില്ല. ഇവിടെ എന്തൊക്കെയാ നടക്കുന്ന അറിയില്ല. അറിയോ? കുറെ ഭാരതീയം, കുറെ കൂരതിയും ഭരിക്കണം. ഇപ്പൊ അധികാരമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു മാന്യത കീപ്പ് ചെയ്യണ്ടേ? അതുമില്ല. എന്നിട്ടും ജനങ്ങളെ നോക്കി കൊഞ്ഞനം കുത്തുക. എന്നിട്ട് അതിനും പൊക്കി പിടിച്ചിട്ട് ഒരു കേരളക്കാരെ ഇങ്ങനെ വാർത്ത ചെയ്യുക. അംഗപരിവാർ പോലെ. എന്ത് അംഗപരിവാരടോ? എന്ത് പരിവാർ? എന്നാ നിങ്ങൾ രാജ്യത്തിന് വേണ്ടി ചെയ്ത് അതൊന്ന് പറയാ. 8 വർഷമായില്ലേ നിങ്ങൾ ഈ ഉണ്ടാക്കിയ ഗവൺമെന്റ് വന്നിട്ട്? ഏതെങ്കിലും നിങ്ങളുടെ ഗവൺമെന്റ് ചെയ്ത ഒരു നല്ല കാര്യം, ഒരു പൊതുവായ ഒരു പദ്ധതി വെച്ചിട്ട് നിങ്ങൾക്കൊരു വീഡിയോ ചെയ്യാൻ തന്റെ ഉണ്ടോ? ഞാൻ വെല്ലുവിളിക്കുക, ഞാൻ കേൾക്കട്ടെ. അത് ആരായാലും കോൺഗ്രസ് ഉണ്ടാക്കി വെച്ച എല്ലാ സമ്പത്തുകളെയും തകർത്ത് തരിപ്പണമാക്കി ഇന്ത്യ രാജ്യത്തെ തൂക്കി വിറ്റ് ജനങ്ങളെ തമ്മിലടിപ്പിച്ച് വിയോജിപ്പിന്റെ വെറുപ്പിന്റെ രാഷ്ട്രീയം ഉണ്ടാക്കിയെടുത്തിട്ട് പിന്നെയും വന്നിട്ട് രാജ്യസ്നേഹം പറയാടാ നാറികളെ നിങ്ങൾ. എന്നിട്ട് അതും പറയുന്നവർ പറഞ്ഞോട്ടെ, കുഴപ്പമൊന്നുമില്ല. അത് കോൺഗ്രസിന്റെ പേരിലേക്ക് അങ്ങ് വെച്ച് കെട്ടുക നാറികൾ. അന്ന് കോൺഗ്രസ് ഈ പോരാട്ടം നടത്തി സ്വാതന്ത്ര്യം വാങ്ങിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇന്നും പിന്നെ എന്താ പറയാ, ബ്രിട്ടീഷുകാരുടെ ഷൂ നക്കി കുണകൊന്നക്കി നടക്കേണ്ട ഒരു സ്ഥിതി വിശേഷത്തിലേക്കല്ലേ ഉണ്ടാകുമായിരുന്നു. അന്ന് കോൺഗ്രസിന്റെ ഇച്ഛാശക്തിയല്ല, വീണ ഉയർത്തിപ്പിടിച്ച ആ മൂവർണ്ണ പതാകയിലെ നേതൃത്വം കൊണ്ട മഹാന്മാർ ഉണ്ടാക്കിയതല്ലേ. അപ്പൊ ആ വീണനെ നിങ്ങൾ പഠിപ്പിക്കാനാ? അത് 7 ജന്മം നിങ്ങൾ കടമെടുക്കേണ്ടി വരും കേട്ടോ, ആ വീണനെ രാഷ്ട്രീയം പഠിപ്പിക്കാൻ. അത് മനസ്സിലാക്കിക്കോ. ഏതോനായാലാ പറയുന്നത്, ഏതോനായാലും കുറെ മലനാടനും കുറെ മറനാടനും ഊറ്റിപ്പിടിച്ചിട്ട് അങ്ങ് പറയാ. മലനാടന്റെ പിന്നെ ഞാൻ പറയുന്നില്ല. മൂപ്പറി ഗൾഫ് രാജ്യങ്ങളിലെയോ മറ്റു രാജ്യങ്ങളിലൊക്കെ ആരെങ്കിലും കല്യാണം കഴിക്കുന്നുണ്ടോ, ആരെങ്കിലും എന്തെങ്കിലും ആക്കുന്നുണ്ടോ എന്ന് നോക്കിച്ചിട്ട് അങ്ങ് തട്ടി വിടുക. കഴിഞ്ഞ ഒരു 2 വർഷം മുമ്പ് ഞാൻ കേട്ടതാ, ദുബായ് രാജാവ് എവിടെയോ കല്യാണം കഴിച്ചു മറ്റു മൂപ്പർ അങ്ങ് ആവേശത്തിൽ അങ്ങ് തള്ളി വിടുക. എന്ത് ഒണ്ടയാണോ തനിക്കൊക്കെ അറിയാം? എന്താ ഒണ്ടേ അറിയാം? താൻ കുറഞ്ഞ 1.5 വർഷം മുമ്പ് അതെന്റെ കയ്യിലുണ്ട്. സൗദിയെ പറ്റി, സൗദിയിലെ പെണ്ണുങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ല എന്ന് പറഞ്ഞ് ഫർദന്റെ ഉള്ളിൽ പറ്റി താൻ വൃത്തികെട്ട ഒരു ഇത് ചെയ്തിട്ടുണ്ട്. തനിക്ക് എന്താണോ സൗദിയെ പറ്റി അറിയാം? ഞങ്ങൾ 22 വർഷമായിട്ട് ഈ സൗദിയക്കകത്ത്. ഇവിടെ ഉള്ള സ്വാതന്ത്ര്യം പോലെ ലോകത്ത് എവിടെയാണ് ഉള്ളത്? നിങ്ങളെ ഗൾഫ് രാജ്യത്ത് എല്ലാവരും ജീവിക്കുന്നുണ്ടടാ. ഒന്ന് സംഘപരിവാറിന്റെ സംഘികളും ഇവിടെ ഉണ്ടടാ. ചോദിക്ക്, വിളിച്ചിട്ട് അവരോട് ഫോൺ വിളിച്ച് ചോദിക്ക് ഇവിടുത്തെയൊക്കെ അവസ്ഥ എന്താന്നുള്ള കാര്യം അറിയണ്ടെങ്കിൽ. എന്നിട്ട് അവിടെ വന്നിട്ട് വിലങ്ങ് കുരക്കുക, എല്ലാ രാജ്യത്തിനെയും കുറ്റവും പറയാ. മണിക്കൊക്കെ എന്താ അറിയാം, എന്തെങ്കിലും വൈകുന്നേരം ആകുമ്പോ ഇതുപോലെ പച്ച കളവറിൽ കുറെ ഊളം മാറണം, കുറെ കഴുതകൾ ഉണ്ടാവും. ചേട്ടാന്ന് വിളിച്ച് ലൈക്ക് പഠിച്ച് ഇതും കേട്ടിട്ട് അങ്ങനെ സൂഹിക്കുന്നത്.
എന്നിട്ട് ആ കാശും വാങ്ങിച്ച് നക്കി നടക്കുക. അതിന്റെ അപ്പുറത്തേക്ക് നിങ്ങൾ എന്ത് കമ്മിറ്റ്മെന്റ് ആണ് ഈ രാജ്യത്തുള്ള ജനങ്ങളോട് ചെയ്യുന്നത്? നിങ്ങൾ വസ്തുത അറിയണ്ടേ? ഒരു റിയാലിറ്റി ചെയ്യുമ്പോ പറയണ്ടേ നിങ്ങൾ? അത് എന്തെങ്കിലും വസ്തുത നിങ്ങൾ പറയുന്നുണ്ടോ ഈ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട്? നിങ്ങൾ ഞങ്ങളെ പറകെ വേട്ടയാടാണ്, കോൺഗ്രസിന്റെ പറകെ പുല്ലോളം കൂട്ടാക്കത്തില്ലടാ. കോൺഗ്രസിന്റെ ചരിത്രം നിങ്ങൾക്ക് അറിയില്ലടോ. ഞങ്ങളൊന്ന് നിവർന്നു നിന്നാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. പക്ഷെ ഞങ്ങൾ ഉണ്ടാക്കിയ രാജ്യത്ത് ഒരു പ്രശ്നങ്ങൾ വേണ്ട എന്നുള്ളത് കൊണ്ട് മാറി നിൽക്കുമ്പോ എങ്ങനെ കയറി കൊത്താൻ വേണ്ടി വരുന്ന കേട്ടോ ചാണകങ്ങളെ. അത് മനസ്സിലാക്കിക്കോ നിങ്ങൾ. ഞാൻ അങ്ങനെ തന്നെയാ വിളിക്കുന്നത്. കാരണം അത്ര വൃത്തികെട്ട ചില കാര്യങ്ങളാണ് നിങ്ങളൊക്കെ യൂട്യൂബിലെ കൂടി ഞങ്ങൾക്ക് നേരെ ആക്ഷേപം ഉന്നയിക്കുന്നത്. അത് മനസ്സിലാക്കിക്കോ. രാജ്യസ്നേഹം, കാലിനിടയ്ക്ക് രാജ്യസ്നേഹം. ഒരു രാജ്യത്തുള്ള ജനത പടഞ്ഞു വീണ് മരിക്കുക, ട്രീറ്റ്മെന്റ് ഇല്ല, ഉള്ളതാണെങ്കിൽ കാശും വാങ്ങിക്കുക, എന്നിട്ട് പറയും വൈകുന്നേരം വന്നിട്ട് ബഹിയോ ബഹനോ, ബഹിയോ ബഹനോ. എന്ത് ബഹിയോ ബഹനോ? എന്ത് കമ്മിറ്റ്മെന്റാണ് നിങ്ങൾക്കുള്ളത്? നിങ്ങൾ എന്താ ഇപ്പൊ കോവിഡ് പ്രതിരോധമായിട്ട് നിങ്ങൾ എങ്ങനെ ഇപ്പം തന്നെ നോക്കാം. നിങ്ങൾ നമ്മുടെ ഡൽഹിക്കകത്ത് യൂത്ത് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് ശ്രീ ശ്രീനിവാസനെതിരെ കള്ളക്കേസ് കൊടുക്കുക. ഈ നാറിയ നശിച്ച ഭരണകൂടം എന്താ അദ്ദേഹം ചെയ്യുന്ന തെറ്റ്? ജനങ്ങളെ സംരക്ഷിക്കുക, ജനങ്ങൾക്ക് ഓക്സിജൻ എത്തിക്കുക, ജനങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക. അപ്പൊ അവിടെ പോലും അവിടെയും കള്ളക്കേസ് കൊടുക്കുക. ആ കേസ് കൊടുക്കി ജയിലിൽ അടച്ച് എന്നുള്ളത് കൊണ്ട് ശ്രീനിവാസന്റെ പ്രവർത്തനം അങ്ങ് അവസാനിപ്പിക്കും എന്ന് ഏതെങ്കിലും സംഘിക്കോമരങ്ങൾ, ഏതെങ്കിലും ചാണകങ്ങൾ ധരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എഴുതി വെച്ചോ. ഇതുകൊണ്ടൊന്നും അവസാനിക്കുന്നതല്ല ഈ കോൺഗ്രസിന്റെ രാഷ്ട്രീയം. പറഞ്ഞല്ലോ ഞങ്ങള്, സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷുകാരെ നമ്മുടെ രാജ്യത്ത് നിന്ന് കെട്ടിച്ചത് കോൺഗ്രസ് ആണെങ്കിൽ നിങ്ങളും സംഘികളും ഞങ്ങൾക്ക് കീടങ്ങളാണോ? കീടങ്ങള്. അത് മനസ്സിലാക്കിക്കോ നിങ്ങൾ. പക്ഷേ ഞങ്ങളൊന്ന് നിവർന്നു നിന്നാൽ ആ നിവർന്നു നിൽക്കേണ്ട കാലതാമസം വരെയേ നിങ്ങൾക്ക് ഈ രാജ്യത്ത് ആയുസുള്ളൂ. അത് മനസ്സിലാക്കിക്കോ നിങ്ങൾ കേട്ടാ. ജനപക്ഷത്ത് നിൽക്കുന്ന നേതാക്കന്മാർ അറസ്റ്റ് ചെയ്യാനാ നിങ്ങളാ. ED എല്ലാ ഭരണ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് കോൺഗ്രസിനെ അങ്ങ് തകർത്തുകളെ നേതാക്കന്മാരങ്ങ് അടച്ചിട്ടങ്ങ് വലിച്ചു കളയാന്ന് ധരിക്കുന്നുണ്ടെങ്കിൽ സംഖ്യകളെ നിലം തൊടിക്കത്തില്ല നിങ്ങളാ. അത് മനസ്സിലാക്കിക്കോ നിങ്ങൾ. കോൺഗ്രസിന് ശക്തമായിട്ട് ഒന്ന് കണ്ണ് ചിമ്മിയങ്ങ് കാണിച്ചാൽ മതി ദേശീയ തലത്തിലെ നേതാക്കന്മാർ. അപ്പം അറിയാം കോൺഗ്രസ് എന്താന്നുള്ള കാര്യം. ഓക്കെ, നിങ്ങളെപ്പോലെ തമ്മാടിത്തരം ഞങ്ങൾക്ക് അറിയാഞ്ഞിട്ടല്ല, അത് നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമല്ല. ഞങ്ങള് അസഹിഷ്ണുത പ്രകടിപ്പിക്കാത്തവരാ, സഹിഷ്ണുതയിൽ കൂടി മുന്നോട്ട് സഞ്ചരിക്കുന്നവരാ. അങ്ങനെയാണ് രാജ്യത്ത് നമ്മൾ കെട്ടിപ്പടുത്തത്. രാജ്യത്ത് സ്വാതന്ത്ര്യം വാങ്ങിച്ചത് അങ്ങനെ തന്നെയാ. ആ കോൺഗ്രസിന് നിങ്ങളെ ഭരണസ്വാധീനം 5 കൊല്ലത്തേക്ക് കിട്ടിയ ഒരു ഭരണസ്വാധീനം ഉപയോഗിച്ചിട്ട് അറസ്റ്റ് ചെയ്തിട്ട് അങ്ങ് ആക്കിക്കളയാന്നുള്ള ധാരണ ഉണ്ടല്ലോ. അത് അങ്ങ് എന്താ പറയുക, നിങ്ങളെ എന്താ പറയാ RSSന്റെ നാഗ്പൂർ കൊണ്ട് അങ്ങ് വെച്ചോ. ഓക്കെ, അതിന് കുറെ കൊഴുത്തുപടം കുറെ കോമരങ്ങൾ വരിക. എന്നിട്ട് ഇപ്പൊ കഴിഞ്ഞ 3 ദിവസങ്ങളായി കുറെ ചാണകങ്ങൾ അഡ്വക്കേറ്റ് വീണന്റെ നമ്മുടെ മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുടെ പറകയിൽ ഇങ്ങനെ സൈക്കിൾ എടുത്ത് വരിക. എന്തുകൊണ്ടാ നിങ്ങളാക്കുക? എന്താക്കുക ഇനി? എന്നിട്ട് പറയും ജിഹാദികളെ ഭയപ്പെട്ടിട്ടാ പോലും. ഇവിടെ ബ്രിട്ടീഷുകാരെ ഭയപ്പെട്ടിട്ടില്ലടാ ഞങ്ങളെ നേതാക്കന്മാർ. മനസ്സിലാക്കിയോ? എന്നില്ലേ ഇവിടെയുള്ള ആരെങ്കിലും ഞങ്ങൾ ഭയപ്പെടുക? നിങ്ങൾക്ക് ഭയപ്പാടുണ്ടാകും, പക്ഷെ അത് നമ്മുടെ പേരിലേക്ക് മറ്റുള്ളവരുടെ പേരിലേക്ക് അടിച്ചേൽപ്പിക്കണ്ട. ആ ഭയം നിങ്ങൾക്കുണ്ട്, അതറിയാ. പക്ഷെ അത് ഞങ്ങളുടെ പേരിലേക്ക് വെച്ച് കെട്ടണ്ട നാരികൾ. പിന്നെ ആരാണ് ഇവിടെ ജിഹാദികൾ? അതും എനിക്കറിയില്ല. ജിഹാദികൾ പറയും. ഇപ്പം തന്നെ യൂട്യൂബിലതാ കുറെ വേറും വർഗീയ പൈസ തൂപ്പുന്ന ഏതോ അണ്ടിക്കളവരൊക്കെ എന്തൊക്കെയാ വിളിച്ച് പറയുന്ന ആ പുള്ളിയൊക്കെ. എത്രമാത്രം മതം പതിവ്, എന്തൊക്കെ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ഈ രാജ്യത്ത്. ഈ രാജ്യത്തിന്റെ സർക്കാരിന്റെ പോരായ്മകൾ, കൊള്ളരുതായ്മകൾ, ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ, ജനങ്ങൾ കാശില്ലാതെ പട്ടിണിയിലേക്ക് പോകുന്ന ഒരു അവസ്ഥ, ഇതൊക്കെ ചെയ്യാൻ പറ്റിയ എത്ര കാര്യങ്ങളുടെ പറയുന്നത്. അതൊന്നും പറയാണ്ട് എങ്ങാണ്ടോ ഫലസ്തീനിലായിട്ട് നടക്കുന്നയോ ഇസ്രായേലിൽ നടക്കുന്ന യുദ്ധങ്ങൾ പൊക്കിപ്പിടിച്ചു കൊണ്ടുവന്നിട്ട് ഇവിടെ ഇസ്രായേൽ അങ്ങനെ പലസ്തീൻ എന്ത് ഉണ്ടയാണോ നിങ്ങൾക്ക് അറിയാം. ചാണകക്കുഴിയിൽ നിങ്ങൾ എന്തെന്നായി കേൾക്കുന്നത്? അത് പറ. അത് പറ. 10 കാശുണ്ടായി ഇതിൻ്റെയൊക്കെ അങ്ങോട്ടങ്ങ് ഒന്ന് സഞ്ചരിക്കാൻ വേണ്ടി, ബസ്സിൽ കയറി പോകാൻ വേണ്ടി. അങ്ങനത്തെ കുറെ എണ്ണം പിടിച്ചിട്ട് അങ്ങ് ഇതും വെച്ചിട്ട് അങ്ങ് പലസ്തീന്റെ കാര്യം, അങ്ങ് ഇസ്രായേലിന്റെ കാര്യമൊക്കെ പറയാം. കേരളത്തിന്റെ കാര്യം ഫുള്ളായിട്ട് അറിയില്ല ഈ നാറിയക്ക്.
എന്നിട്ട് അവിടെയും അതിന്റെ വർഗീയത ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഉണരൂ നിങ്ങൾ ഉണർത്തി ഇക്കോലത്തിലാക്കി ഇന്ത്യനെ. നിങ്ങൾ ഉണർത്തി ഇക്കോലത്തിലാക്കി ഇന്ത്യ രാജ്യത്തിനെ. ആരെ വീഡിയോ കോൾ ചെയ്യുന്നത്? ഏതോ ചാണകങ്ങൾ കയറി വന്നിട്ടെന്ന് എനിക്ക് തോന്നുന്നത്. പറയാനുണ്ടെങ്കിൽ തൻ്റെ അടുത്തോടെ ഇവിടെ വന്ന് കമന്റ്സ് ഇടറ. നീ ചാണകമേ, ഇവിടെ വന്ന് ഇത് അടിച്ച് കട്ടാക്കാനല്ല നോക്കേണ്ടത്. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇത്തരം കാര്യത്തിനൊന്നും ഞാൻ മറുപടി പറയല്ല. നിങ്ങൾ ഒരു കാര്യത്തിനും ഈ ചാണകത്തിന്റെ ഞാൻ പറയാറില്ല. ഇഷ്ടമല്ല എനിക്ക്. കാരണം അത്ര വൃത്തി കട്ടിയാണ് നിങ്ങൾ ഓരോന്നിങ്ങനെ പടച്ചു വിടുന്നത്, മനുഷ്യനെ വെറുപ്പിന്റെ ഇതിലേക്ക് കൊണ്ടുപോകുന്നത്. ആ ഒരു പക്ഷെ ഞാൻ ഇപ്പോഴും വന്നത് എൻ്റെ നേതാവ് വീണക്കെതിരെ നിങ്ങൾ കഴിഞ്ഞ 3 ദിവസമായി നിരന്തരമായിട്ട് ഇങ്ങനെ വേട്ടയാടുക കുറെ ചാണകങ്ങൾ വന്നിട്ട്. വീണനെ രാഷ്ട്രീയം പഠിപ്പിക്കുക, വീണനെ രാജ്യസ്നേഹം പഠിപ്പിക്കുക, അല്ലേ? കുറെ എണ്ണം ഇങ്ങ് വരിക യൂട്യൂബ് പിടിച്ചിട്ട്, ഒരു പെണ്ണം പിടിച്ചിട്ട്, കുറെ ചാന്ത് പെട്ടിനെ പോലത്തെ ഒക്കെ. അതുകൊണ്ട് മാത്രം ഞാൻ മറുപടി പറയുന്നത്. ഞാൻ ആവർത്തിച്ച് പറയുന്നു, വീണന്റെ ചെരുപ്പ് തൊടാനുള്ള യോഗ്യത ഈ പറയുന്ന ചാണകങ്ങൾക്കില്ല. അത് മനസ്സിലാക്കിക്കോ നിങ്ങൾ. ഞാനിപ്പോൾ അത്രയും പറയുന്നുള്ളൂ. അല്ല, ഈ ഹിന്ദു സമൂഹം ഞങ്ങളുടെ സഹോദരങ്ങൾ അവരാണ് ഈ ചാണകത്തിൽ പോകുന്നത്. എവിടെയെങ്കിലും കുറച്ചുണ്ടാവും ഒരു വിദ്യാഭ്യാസം വരെ ചാണകക്കുയിൽ വീണ് കുറച്ചോ 5 10 എണ്ണോ. നിങ്ങൾ നോക്കറ ഇപ്പൊ കേരളത്തിനൊക്കെ അടിച്ച് വെളിയിൽ കളഞ്ഞതാരാ? ഈ ചാണകങ്ങളെ ഉള്ള സീറ്റും പൂട്ടിച്ചില്ലേ? പിന്നെ അതുകൊണ്ട് ഹൈന്ദവരൊക്കെ സംഘികളൊന്നും ആരും ധരിക്കുകയും വേണ്ട, അങ്ങനെയൊന്നും ഇല്ല. ഹൈന്ദവർക്ക് ഞാൻ ചോദിക്കട്ടെ, ഈ ചാണകങ്ങൾക്ക് എന്ത് കമ്മിറ്റ്മെന്റാ ഉള്ളത്? സനാതന ധർമ്മം എന്താണെന്ന് അറിയോ ഈ ചാണകങ്ങൾക്ക്? ആദ്യം അത് പഠിച്ചിട്ട് വരാൻ പറ. കുറച്ച് കാശ് ഈ കോർപ്പറേറ്റുകളിൽ നിന്ന് കുറച്ച് കാശ് നേതാക്കന്മാർ വാങ്ങിക്കൂ. അതിന്റെ ഒരു വിഹിതം ഈ കുറച്ച് വിവരവും വിദ്യാഭ്യാസവും ഇല്ലാതെ കുറച്ചെണ്ണത്തിന് കൊടുക്കൂ. എന്നിട്ട് അത് തിന്നിട്ട് അത് വാങ്ങിച്ച് കൊടുക്കുമ്പോൾ പറയും നിങ്ങളിങ്ങനെ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇങ്ങനെ തള്ളിക്കൊണ്ടിരിക്കണം, വിഷം തള്ളിക്കൊണ്ടിരിക്കണം എന്ന് പറയും. അത് തള്ളും. അത് കേട്ടിട്ട് അതൊന്നും വിജയിക്കാതെ വന്നപ്പോൾ ഈ കഴിഞ്ഞ ഇലക്ഷന് കുറച്ച് മുമ്പേ ക്രിസ്ത്യൻ മേഖലയിൽ ക്രിസ്ത്യൻസിനും മുസ്ലിംസിനും തമ്മിലടിപ്പിക്കേണ്ട ചില ഒരു ഇതിലേക്കൊന്ന് പോയി നോക്കി. അതും ചീറ്റിപ്പോയി, അതും കച്ചി പിടിക്കുന്നില്ല. അപ്പൊ അങ്ങനെ എല്ലാ ലോകത്തിലും. പക്ഷെ ഇവർക്ക് അറിയുന്നില്ലല്ലോ, ഒരു രോമത്തിന് അനക്കാൻ കഴിയില്ലെന്ന് ഈ ചാണകങ്ങൾ മനസ്സിലാക്കണ്ടേ? എന്നിട്ടല്ലേ എപ്പോഴും രാജ്യസ്നേഹം ഈ നാറികക്ക് എന്ത് രാജ്യസ്നേഹമാണ്? അതാണ് ഞാൻ ചോദിക്കുന്നത്. നമ്മൾ 55 വർഷക്കാലം കോൺഗ്രസ് ഭരിച്ചത്. നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു കേസ് കേട്ടാ, ഇന്ത്യയുടെ പ്രധാന സുരക്ഷാ മേഖലകൾ രാജ്യത്തിന്റെ തീരദേശ മേഖല, അതുപോലെ പട്ടാൻകോട്ട്, ഉറിയിൽ, ഇവിടെയൊന്നും ഒരു കാലഘട്ടത്തിൽ പോലും ഒരു തീവ്രവാദികളൊന്നും ഒഴിഞ്ഞു കയറിയിട്ടില്ല. ഈ നാണം കെട്ട ഈ നാറികൾ, ഈ നായികക്ക് 40 വട്ടം രാജ്യസുരക്ഷ എന്നിട്ട് ഉണ്ടാക്കിയ നാറികൾ വന്നതിന് ശേഷം ഞങ്ങൾ എത്ര പട്ടാളക്കാരാ പോയത്? അതും രാജ്യത്തിന്റെ ഏറ്റവും വലിയ സുരക്ഷാ മേഖലയുണ്ടല്ലോ പട്ടാൻകോട്ട്, ഉറിയിലൊക്കെ അല്ലേ നുഴഞ്ഞു കയറിയത്? അല്ലേ? നമ്മളൊക്കെ കണ്ടതല്ലേ? അതിനുശേഷം ഈ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷന്റെ അടുക്കത്തിൽ ഏറ്റവും പരമ സുരക്ഷാ മേഖലയായ നമുക്കറിയാലോ, പട്ടാളക്കാർ വരുന്ന ബസ്സിന് വരെ ബോംബ് വെച്ചത്. 40ഓളം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ കാവൽ നിൽക്കുന്നവരെ കൊല്ലപ്പെട്ടത്. എന്നിട്ട് അതിന്റെ കേസ് ഇതുവരെ നാളെ അന്വേഷിച്ചോ? അതിന്റെ എന്തെങ്കിലും ഒന്ന് പുറത്തു വിട്ടോ? ഞങ്ങൾ ആരെങ്കിലും അറിയോ? എന്നിട്ടും ഈ കുറെ വിവരമില്ലാത്ത കഴുതകള് ഇവർക്കൊക്കെ വേണ്ടി സിന്ദാബാദ് വിളിക്കുന്നത് കാണുമ്പോൾ ഒരു വല്ലാത്തൊരു വിഷമം തോന്നുക. രാഷ്ട്രീയവും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും വേണം, നിലപാടുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ആ തരത്തിൽ പറഞ്ഞിട്ട് സംസാരിക്കട്ടെ. ഞാനിപ്പോ എന്റെ ഈ ലൈവിനകത്ത് ഞാനൊരു രാഷ്ട്രീയപരമായിട്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല. കാരണം ഇതിന് രാഷ്ട്രീയം പറയേണ്ടതല്ല. ഇത് വെറും വർഗീയ വിഷം തുപ്പുന്ന ചില ചാണകങ്ങൾ. ആ ചാണകങ്ങൾക്കുള്ള തനി നാടൻ ഭാഷയിലാണ് ഞാനിപ്പോ ഇത് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ അവർ രാഷ്ട്രീയപരമായിട്ട് ഡിബേറ്റ് ചെയ്യട്ടെ. ഞാൻ പറഞ്ഞല്ലോ, ഏത് ചാണകങ്ങളായാലും രാഷ്ട്രീയപരമായിട്ട് നിങ്ങൾക്ക് സംവാദം ചെയ്യാനുണ്ടെങ്കിൽ ഞാൻ തയ്യാറാ, ഞാൻ റെഡിയാ. ഈ രാജ്യത്ത് കോൺഗ്രസ് ചെയ്ത സംഭാവനകൾ എന്ന് നിങ്ങൾ ചെയ്ത കാര്യങ്ങളും പറ. എന്ത് തേങ്ങയാണ് ഈ രാജ്യത്തിന് ചെയ്തതെന്ന് പറ. ഞങ്ങൾ ഉണ്ടാക്കി വെച്ച സമ്പത്ത് കാരണം മൊത്തം വിറ്റ് തോലച്ചില്ലേ? രാജ്യത്തിന്റെ കരുതൽ പണത്തിൽ പോലും കൈയിട്ട് വാരിയ ഒരു നാണം കെട്ട ഗവൺമെന്റ് അല്ലേ ഇത്? അല്ലേ? ഇതിനു മുമ്പും ഒരുപാട് ഗവൺമെന്റുകൾ മാറി വന്നിട്ടുണ്ട്. കോൺഗ്രസ് മാത്രമൊന്നുമല്ല, അക്കാലഘട്ടത്തിലൊക്കെ വെച്ച് കോൺഗ്രസ് ഇത്തര പ്രധാനമന്ത്രിമാർ രാജ്യത്ത് 11 പേരുണ്ടായിട്ടുണ്ട്. അവർ പോലും രാജ്യത്തിന്റെ കരുതൽ പണത്തിൽ കൈയിട്ട് വാരിയിട്ടില്ല. അതും നക്കി നാറികൾ. എന്നിട്ട് അവർ രാജ്യം വലിയ ഡിജിറ്റൽ ആകുന്ന പോലും. എന്ത് ഡിജിറ്റല്?
അതിന്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല കേട്ടാ. അതുകൊണ്ട് ചാണകങ്ങളോട് പറയാ, നിങ്ങൾക്ക് നിങ്ങളെ രാഷ്ട്രീയവും വെറുപ്പിന്റെ രാഷ്ട്രീയവും വിദ്വേഷത്തിന്റെ രാഷ്ട്രീയവും ആക്കി ചാണകം പെരളി തികച്ചിട്ടോ ഗോമൂത്രം കുടിച്ചിട്ടോ മുന്നോട്ട് സഞ്ചരിച്ചോ ഞങ്ങൾ ഗണ്ണിക്കാൻ നടന്നില്ല. പക്ഷേ കോൺഗ്രസിന്റെ നേതാക്കന്മാരുടെ പേരിൽ ഒരു ബൂത്ത് പ്രസിഡന്റിന്റെ പേരിലേക്ക് നിങ്ങൾ അലിഗേഷനായിട്ട് വന്നു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് മറുപടി തരും. അതിലൊരു തർക്കവും നിങ്ങൾക്ക് വേണ്ട. ഏത് കൊമ്പത്തവനായാലും ശരി, അത് മനസ്സിലാക്കിക്കോ. കാരണം കോൺഗ്രസ് രാജ്യത്തുള്ളത് കൊണ്ടാണോ നമ്മളൊക്കെ ജീവിക്കുന്നത്, ഞങ്ങളൊക്കെ ഈ സ്വാതന്ത്ര്യം അനുഭവിച്ചത്. ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ ഞാനിപ്പോ നിങ്ങളുമായിട്ട് ഈ ലക്ഷക്കണക്കിന് ആളായിട്ട് ഇപ്പൊ അഭിസംബോധന ചെയ്യുന്നുണ്ടല്ലോ, കോൺഗ്രസ് കൊണ്ടുവന്നതാ. കോൺഗ്രസ് ഉള്ളത് കൊണ്ടാണ് എനിക്ക് നിങ്ങളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്നത്. അത് ഈ നാറിയ ചാണകങ്ങൾ ഉള്ളത് കൊണ്ടല്ല, മനസ്സിലാക്കണം. അപ്പൊ ആ പാർട്ടിയുടെ നേതാക്കന്മാർ, ആ രാജ്യത്തിന് വേണ്ടി പിടഞ്ഞു വീണ് വീഴ്ച നേതാക്കന്മാരുള്ള ഒരു പ്രസ്ഥാന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അത് മനസ്സിലാക്കിക്കോ നിങ്ങൾ. ആ കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക് നേരെയോ അതാ ഞാൻ പറഞ്ഞത്, ആ ആശയത്തിലെ കൂടി സഞ്ചരിച്ചിട്ടാണ് വളർന്നു വരുന്ന തലമുറകൾ മുന്നോട്ട് വരുന്നത്. അപ്പൊ അവർക്കെതിരെ ഒരു അലിഗേഷൻ ഉണ്ടാക്കിയാൽ അതിനെ സംരക്ഷിക്കാൻ വേണ്ടി സംസാരത്തിലെ കൂടിയാണെങ്കിൽ അങ്ങനെ, നിയമ പോരാട്ടത്തിൽ കൂടിയാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംവിധാനം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ തന്നെ മുന്നോട്ട് സഞ്ചരിക്കും. ഒരു തർക്കവും വേണ്ട. അത്തരം സന്ദർഭങ്ങളിൽ എന്റെ മുമ്പിൽ എന്തെങ്കിലും മാർഗതടസ്സങ്ങൾ ഉണ്ടായാൽ, ജീവൻ ബാക്കിയുണ്ടെങ്കിൽ തട്ടി മാറ്റി മുന്നോട്ട് ഞാൻ പോകും. ഒരു തർക്കവും വേണ്ട. മനസ്സിലാക്കിക്കോ നിങ്ങൾ. ഓക്കെ, ഞാൻ അവസാനിപ്പിക്കാൻ പോവുക. ക്ലിപ്പ് ലെങ്ത് നീണ്ടു പോകണ്ട. ആർക്കെങ്കിലും വല്ല അഭിപ്രായം ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ചോദിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻസ് ആയിട്ടിട്ട് ഞാനൊരു 2 മിനിറ്റ് ഞാൻ കമൻസ് കൂടി നോക്കാം. ബാക്കി കമൻസ് ഞാൻ ലൈവ് കട്ടാക്കിയ ശേഷം വായിച്ചിട്ട് എല്ലാം നോട്ട് ചെയ്തിട്ട് എല്ലാറ്റിനും കൃത്യമായിട്ടുള്ള മറുപടി. ഏതെങ്കിലും ചാണകങ്ങളോടാണ് പറയുന്നത്, ചാണകങ്ങൾ ഉണ്ടെങ്കിൽ എഴുതി വിടും, ഞാൻ മറുപടി ഞാൻ പറഞ്ഞുതരാം. ഇനി രാഷ്ട്രീയപരമായിട്ടാണെങ്കിൽ അത് അങ്ങനെ തന്നെ പറയും, അതല്ല മറ്റേതെങ്കിലും തരത്തിലെങ്കിൽ അത് അങ്ങനെ തന്നെ പറയും. ഒരു തർക്കവും നിങ്ങൾക്ക് വേണ്ട. ഓക്കെ, ഇനി രാജ്യത്തിനെ കൊല്ലാൻ അനുവദിക്കത്തില്ല. ഞങ്ങൾ ഉണ്ടാക്കിയ രാജ്യ, ഞങ്ങളുടെ നേതാക്കന്മാർ ജീവൻ കൊടുത്തുണ്ടാക്കിയ സ്വാതന്ത്ര്യ, ഞങ്ങളുടെ നേതാക്കന്മാർ രാജ്യത്തുള്ള എല്ലാവരെയും എന്താ പറയുക, ഒരു മാലയിലെ മുത്തുമണികളെ പോലെ കോർത്ത് കൊണ്ടുപോയ ഒരു രാജ്യ. മതേതരത്വം കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സംരക്ഷിച്ച് 55 വർഷക്കാലം ഞങ്ങൾ മുന്നോട്ട് സഞ്ചരിച്ചു, ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ. ആ രാജ്യത്തിനെ കൊല്ലാൻ ഏത് ചാണകങ്ങൾ മുന്നോട്ട് വന്നാൽ അതിനെ നഖസിദ്ധാന്തം ലക്ഷക്കണക്കിന് കോൺഗ്രസിന്റെ പ്രവർത്തകരെ അണിനിരത്തിക്കൊണ്ട് തന്നെ നിങ്ങളെ പ്രതിരോധം തീർക്കും. ഒരു തർക്കവും നിങ്ങൾക്ക് വേണ്ട. ഓക്കെ, അതാ ഞാൻ പറഞ്ഞു. നിങ്ങൾക്ക് വല്ല അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ, ഞാൻ പറയുന്നതിനകത്ത് വല്ല വിയോജിപ്പിടും കമന്റ് സൈഡ്, ബാക്കി ഞാൻ അവിടെ പറഞ്ഞുതരാം. ഓക്കെ, കുറെ ദിവസമായി ഞങ്ങളെ വീണന്റെ പേരടിയിലേക്ക് വാഞ്ഞും കയറിയ. ഞാൻ ഒരു ദിവസം പോട്ടെ എന്ന് വെച്ചു, 2 ദിവസം പോട്ടെ എന്ന് വെച്ചു, മിനിയാന്ന് തൊട്ട് തുടങ്ങിയതാ. എന്നിട്ട് പിന്നെ വീണനെ പൂച്ചിക്കാനാ? നിങ്ങൾ ആരടാ? വീണ പിടിക്കുന്നത് നിന്റെ കൂടകല്ലടാ. വീണ പിടിക്കുന്ന ആത്മാഭിമാനമുള്ള തൻ്റെ ഇടം പണയപ്പെടുത്താതെ മൂവർണത്തിൽ ചാലിച്ച മൂവർണ രക്തം വീണയുടെ സിരകളിലെ കൂടി ഓടുന്നുണ്ട്. അതാണ് ആ പതാക ഉയർത്തിപ്പിടിക്കുന്നത്. എത്ര ഘട്ടങ്ങളിൽ വീണയെ നിങ്ങൾ അറ്റാക്കിയത്? വീണന്റെ നമ്മളെ വീണന്റെ ഒരു രോമത്തിന് തൊടാൻ കഴിക്കുമോ? നിങ്ങൾക്ക് പറ്റുമോ? നിങ്ങൾ വീണനെ രാജ്യസ്നേഹം പഠിപ്പിക്കുക അല്ലേ? ഞങ്ങൾക്ക് ഞാൻ അവസാനമായിട്ട് പറയാ, എൻ്റെ കോൺഗ്രസിൻ്റെ ഏതെങ്കിലും ഒരു പ്രവർത്തകരെ, ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ജീവൻ ബാക്കിയുള്ള എൻ്റെ KSU തൊട്ട് യൂത്ത് കോൺഗ്രസ് തൊട്ട് കോൺഗ്രസ് വരെയുള്ള ഏതെങ്കിലും ഒരു പ്രവർത്തകന്മാർ അനാവശ്യമായിട്ട് എന്തെങ്കിലും അലിഗേഷൻ ഉണ്ടാക്കി വ്യക്തി തേജോവധം ചെയ്യാൻ ആര് മുന്നോട്ട് വന്നു കഴിഞ്ഞാലും എൻ്റെ അവസാന ശ്വാസം നിലക്കുന്നത് വരെ ഞാൻ ഒരു പോരാട്ടം നടത്തും. അതിന് മറുപടി പറയും. അതിനെനിക്ക് ആരും സീറ്റും വേണ്ട, ഒരു പിന്തുണ എനിക്ക് വേണ്ട. ഞാൻ നിങ്ങൾ പറയുമ്പോൾ ഇപ്പം ആരെങ്കിലും കുറേ ലൈക്ക് വാങ്ങിച്ച് കേട്ടാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ആരെന്തെങ്കിലും പറഞ്ഞിട്ട് അതിനു വേണ്ടിയൊന്നും ആരും ധരിക്കുകയും വേണ്ട. കാരണം ഇതിനെ കൊണ്ടൊന്നും ഒരു നേട്ടം ഉണ്ടാകത്തില്ലെന്ന് എനിക്ക് നല്ല പോലെ അറിയാം, ഇല്ലേ? ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ ഇഷ്ടമുണ്ടെങ്കിൽ ഉൾക്കൊള്ളുക. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം,
ഞാൻ ഇന്നീ സ്വാതന്ത്ര്യം എടുക്കുന്നത് എൻ്റെ കോൺഗ്രസ് ഉള്ളത് കൊണ്ടാണ്. അതിനകത്ത് ഞാൻ പറഞ്ഞത് കഴിഞ്ഞ 2 ദിവസം മുമ്പ് ചില ഞങ്ങളെ കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കന്മാരെ നിശ്ചിതമായിട്ട് വിമർശിച്ചിട്ട് ലൈവ് ചെയ്തിട്ട് നിങ്ങൾ ഭൂരിഭാഗം ആൾ കേട്ടിട്ടുണ്ടാവാം. അതിനകത്ത് ഒരുപാട് ആൾ പറഞ്ഞിട്ടുണ്ട്, കമന്റ്സ് വന്നിട്ടുണ്ട്. എന്താ അവർ പറയുന്നത്? ഞാൻ അതിനെന്തോ കോൺഗ്രസിന്റെ നേതാക്കന്മാരെ തെറി പറഞ്ഞു. ഒരു ഘട്ടത്തിൽ പോലും ഞാൻ കോൺഗ്രസിന്റെ നേതാക്കന്മാരെ തെറി ഞാൻ പറഞ്ഞിട്ടില്ല. ഇനി അന്ന് ചെയ്ത വീഡിയോക്കകത്ത് ചില പദങ്ങൾ ബഹുമാനം കുറഞ്ഞു പോയോ എന്നൊരു സംശയം എനിക്കുണ്ട്. അല്ലാതെ തെറി ഞാൻ പറഞ്ഞു, കാരണം ഞാൻ അതിൽ എടോ പൊടോ എന്ന് വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ അതിന്റെ വികാരമായിരുന്നു. എന്റെ വികാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ ഒരു ദയനീയമായ പരാജയം. സ്വാഭാവികമായിട്ട് ഞങ്ങളൊരു പരാജയപ്പെടുന്നുണ്ടെങ്കിലും ഞാനൊക്കെ പ്രതീക്ഷിച്ചത് ഒരു 2-3 സീറ്റിന്റെ പിറകിൽ നമ്മൾ പിറകോട്ട് പോയേക്കാം. പക്ഷെ അതിനപ്പുറത്തേക്ക് കടന്നുപോയി. അപ്പൊ കോൺഗ്രസ് ആണ് തകരുന്നത്. ആരെ പിടിപ്പുകേട് കൊണ്ടാ? ഈ ഞാൻ ചൂണ്ടിക്കാണിച്ച നേതാക്കന്മാരുടെ പിടിപ്പുകേട് കൊണ്ട് തന്നെയാന്നുള്ള എന്റെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം ഞാൻ പറഞ്ഞതാണ്. ഇനി മറിച്ച് മറ്റുള്ളവർക്ക് മറ്റൊരു കാഴ്ചപ്പാടുണ്ടായിരിക്കാം, മറ്റൊരു ബോധത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് സംസാരിക്കാം. ഞാൻ ഗണ്ണിക്കാൻ ആളല്ല. പക്ഷെ എന്റേതായ ഒരു നിലപാടുണ്ട്, എനിക്ക് എന്റേതായ ഒരു കാഴ്ചപ്പാടുണ്ട്. ഇനി അങ്ങനെ ഞാൻ അതെങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും കോൺഗ്രസിന്റെ പ്രവർത്തകന്മാർക്ക് വല്ല മനോവിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പറയാനുണ്ടായ ചേതോവികാരം ഞാൻ നിങ്ങളായിട്ട് പേഴ്സണലായിട്ട് പറഞ്ഞു തരാൻ ഞാൻ ബാധ്യസ്ഥനാ. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ, എന്റെ ഓർമ്മ വെച്ച കാലം തൊടൽ ഞാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സ്നേഹിക്കുന്ന വ്യക്തിയാണ്. ഒരു പക്ഷേ എന്റെ വികാരം അങ്ങനെ ആയിരിക്കാം, അതെന്താണെന്ന് എനിക്കറിയില്ല. ആ കോൺഗ്രസ് രാജ്യത്ത് നിന്ന് എല്ലാ മേഖലയിൽ നിന്നും ഇങ്ങനെ പരാജയങ്ങൾ ഏറ്റുവാങ്ങി മുന്നോട്ട് സഞ്ചരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എന്നിലുണ്ടാകുന്ന ഒരു വികാരത്തിന്റെ പുറത്ത് ഞാനത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, എന്റെ മണ്ഡലം തലത്തിൽ പ്രവർത്തിക്കുന്ന കോൺഗ്രസിന്റെ നേതാക്കന്മാരെ പോലും ഞാൻ ഇടനെഞ്ചോട് ചേർത്ത് വെച്ച് അവര് പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് പാലിച്ചുകൊണ്ട് തന്നെ ഞാൻ മുന്നോട്ട് സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. പക്ഷെ എന്നുള്ളത് കൊണ്ട് കോൺഗ്രസ് പ്രസ്ഥാനത്തെ തകർക്കാൻ വേണ്ടി, സ്വന്തം വ്യക്തി നേട്ടങ്ങൾക്ക് വേണ്ടിയും കാര്യലാഭത്തിനും വേണ്ടിയും ഈ പ്രസ്ഥാനത്തെ കൊന്നു തള്ളുന്നുണ്ടെങ്കിൽ, ഞാൻ ആവർത്തിച്ച് പറയുന്നു, എന്റെ ജീവൻ നിലനിൽക്കുകയാണെങ്കിൽ അവർക്കെതിരെ ഞാൻ ശബ്ദിക്കും. അതിനകത്ത് ഞാൻ നേതാവോ അല്ലെങ്കിൽ ഇത് അണിയോ ഒന്നും ഞാൻ ശ്രദ്ധിക്കാറില്ല. പിന്നെ ഞാൻ പറയുന്നതിനകത്ത് നിങ്ങൾക്ക് വല്ല വിയോജിപ്പും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അതിന്റെ പേഴ്സണലായിട്ട് നിങ്ങൾ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഏത് ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് ഞാൻ പറഞ്ഞുതരാൻ ഞാൻ ബാധ്യസ്ഥന. ഞാൻ എപ്പോഴും പറയാറുണ്ട് നിങ്ങളോട്, ഞാൻ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന വ്യക്തിയല്ല. ഞാൻ കൃത്യമായിട്ടൊരു കാര്യങ്ങൾ നിങ്ങളുമായിട്ട് എന്റെ ആശയ വിയോജിപ്പുകൾ രേഖപ്പെടുത്തുമ്പോൾ അതിനൊരു ബോധ്യത എനിക്കുണ്ട്. ഞാൻ എല്ലാറ്റിന്റെയും കാര്യങ്ങൾ ശേഖരിച്ച് വെച്ചുകൊണ്ട് ശേഷമാണ് ഞാൻ ഇങ്ങനെ ഒരു ലൈവ് ചെയ്യാറും എന്റെ ബോധ്യം ഞാൻ പറയാറുള്ളത്. അല്ലാതെ ഞാൻ വായിക്കു തോന്നുന്ന കോതക്ക് വട്ടാക്കിയ ഒരു ഘട്ടത്തിൽ പോലും ഞാൻ പറഞ്ഞിട്ടില്ല. ഇത് അന്ന് ചെയ്ത വീഡിയോസിന്റെ ഭാഗമായിട്ട് കുറച്ച് അലിഗേഷൻ എന്റെ പേഴ്സണൽ മെസ്സേജ് വന്നതുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത്. ഓക്കെ, അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട UDF പ്രവർത്തകന്മാർ, പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ പ്രവർത്തകന്മാരോട് എനിക്ക് പറയാനുള്ള എന്റെ ശബ്ദം കേൾക്കുന്നത്, ഒരു ഘട്ടത്തിൽ പോലും കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെയോ അതിന് നേതൃത്വം കൊടുക്കുന്ന നേതാക്കന്മാരെ ഞാൻ വ്യക്തിപരമായിട്ടോ ഒരു തെറിയും പറഞ്ഞിട്ടില്ല. പക്ഷെ ചില ഘട്ടങ്ങളിൽ ചില സാഹചര്യവും സമ്മർദ്ദവും മനുഷ്യന്മാർക്ക് ഉണ്ടായിരിക്കാം. അതിനനുസരിച്ച് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ആ സംസാരത്തിനകത്ത് ചില ബഹുമാന സൂചകമായ പദങ്ങൾ അതിൽ വന്നിട്ടില്ല അല്ലേ? അതിനപ്പുറത്തേക്ക് ഞാൻ എന്ത് തെറിയാ പറഞ്ഞത് നിങ്ങൾ പറ, കമന്റ്സ് അയച്ചിട്. അങ്ങനെ തെറി എന്നെനിക്ക് ബോധ്യപ്പെട്ട് ഞാൻ നിങ്ങളെ എന്താ പറയുക സമാധാനം മാപ്പ് പറയാൻ ഞാൻ തയ്യാറാ. അതും എനിക്ക് മടിയൊന്നും, എനിക്ക് ഈഗയുടെ പ്രശ്നമൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എല്ലാ ഘട്ടത്തിലും പറയുന്നുണ്ട്, എനിക്ക് കിട്ടുന്ന സ്പേസിനകത്ത് ഞാൻ പാർട്ടിക്ക് വേണ്ടി പോരാട്ടം നടത്താറുണ്ട്. ആ നടത്തുമ്പോഴും നാളുകളിൽ പാർട്ടിയിൽ നിന്ന് എന്തെങ്കിലും നേടിയെടുത്തു കളയാ എന്നൊരു ധാരണയൊന്നും എനിക്കില്ല. ഞാൻ പാർട്ടിക്ക് എന്തു ചെയ്തു, എന്റെ പ്രസ്ഥാനത്തിന് എന്തു ചെയ്തു എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് ഞാൻ. എന്നിട്ട് ഞാൻ മുന്നോട്ട് സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. അതാ ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇനി അവസാനമായിട്ട് സംഖ്യയോട് വീണ്ടും പറയുന്നു, കോൺഗ്രസിന്റെ മേക്കിട്ട് ചെയ്യാതെ അലിഗേഷന്റെ പേരിൽ ആരെങ്കിലും കുതിരകരെ സോഷ്യൽ മീഡിയയിൽ കൂടി അപകീർത്തിപ്പെടുത്താൻ, ഞങ്ങളെ നേതാക്കന്മാരെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തെ സാക്ഷി നിർത്തി ഞാൻ പറയുന്നു, ഞാൻ പ്രതിരോധം തീർക്കും. അത് നാളുകളിൽ എന്ത് സംഭവിക്കുന്നു എന്റെ മുന്നിൽ ഒരു വിഷയമേ അല്ല, ഒരു ചിന്തയേ അല്ല. ഓക്കെ, ഏതായാലും ഞാൻ അവസാനിപ്പിക്കാൻ പോവുക. കേരളത്തിലെ കോൺഗ്രസിന് നല്ലൊരു മാറ്റം ഉണ്ടാവട്ടെ, ഒരു അഴിച്ചുപണി ഉണ്ടാവട്ടെ, നല്ല നേതൃത്വം വരട്ടെ. ഇപ്പോഴുള്ള നേതൃത്വത്തിന് കഴിവുകേടൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഗ്രൂപ്പുകളുടെ പ്രസരിപ്പും വ്യക്തിപരമായിട്ടുള്ള ഈഗയുടെ പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ ഉണ്ടായ പരാജയമാണ്. ഈ പരാജയം എന്ന് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു താൽക്കാലികമാണ്.
ഞങ്ങൾ എത്രയോ വർഷങ്ങൾ പ്രതിപക്ഷത്തിരുന്ന ഞങ്ങളൊക്കെ 3-2 ഭൂരിപക്ഷം കൊണ്ട് അധികാരത്തിലേക്ക് തിരിച്ചു വരുന്ന പാരമ്പര്യവും ചരിത്രവും ഉള്ള ഒരു പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അതുകൊണ്ട് ഈ പരാജയം കൊണ്ട് കോൺഗ്രസിന്റെ പ്രവർത്തകരുടെ മനോവീര്യം തകർക്കാനോ അല്ലെങ്കിൽ ആത്മവിശ്വാസത്തിന് ഒരു കുറവോ നിങ്ങൾക്ക് ആർക്കും ഉണ്ടാവാൻ പാടില്ല. ഞങ്ങൾ പരാജയത്തിൽ നിന്നേ മുന്നോട്ടേക്ക് സഞ്ചരിക്കാൻ നമുക്ക് കഴിയും. കാരണം നമുക്ക് പണ്ട് എബ്രഹാം ലിങ്കന്റെ ചരിത്രം എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അദ്ദേഹം അമേരിക്കന്റെ പ്രസിഡന്റ് ആയത് 5 ഇലക്ഷനിൽ മത്സരിച്ച് 5 പ്രാവശ്യം പരാജയപ്പെട്ടതിന് ശേഷമാണ് അദ്ദേഹം അമേരിക്കയുടെ പ്രസിഡന്റായി എന്നൊക്കെ ചരിത്രത്തിന്റെ ഭാഗമുണ്ട്. അപ്പൊ എപ്പോഴും ഒരു പരാജയം വിജയത്തിന്റെ ചവിട്ടുപടിക തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ 5 വർഷം അധികാരം നഷ്ടപ്പെട്ടു എന്നുള്ളത് കൊണ്ട് കോൺഗ്രസിന്റെ പ്രസക്തിയോ കോൺഗ്രസിന്റെ ആരോഗ്യപരമായിട്ടുള്ള മുന്നോട്ടുള്ള യാത്രയിലോ ഒരു കുറവുകളും സംഭവിച്ചിട്ടില്ല. ഞങ്ങൾ പൂർവാധിക ശക്തിയോടെ തിരിച്ചു വരും. അതിനെന്റെ പ്രിയപ്പെട്ട കോൺഗ്രസിന്റെ പ്രവർത്തകർ പഞ്ചാബ്, മധ്യപ്രദേശ്, അതുപോലെ തന്നെ അധികാരം ചുണ്ടിനും കപ്പിനും നഷ്ടപ്പെട്ടു പോയ ഗുജറാത്ത്, രാജസ്ഥാൻ, ഇതൊക്കെ നമ്മളെ മുന്നിൽ വെച്ച് മുന്നോട്ട് സഞ്ചരിച്ചു കഴിഞ്ഞാൽ ഈ പരാജയം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒന്നുമല്ല. കോൺഗ്രസ് വരിക തന്നെ ചെയ്യും. കോൺഗ്രസിനെയൊന്നും രാജ്യത്തുള്ള ജനങ്ങൾക്ക് അകറ്റി നിർത്തി മുന്നോട്ട് പോകാൻ കഴിയത്തില്ല. എന്തൊക്കെ വിയോജിപ്പ് ഞങ്ങളെ പറഞ്ഞു കഴിഞ്ഞാലും ഇന്നല്ലെങ്കിൽ നാളെ കോൺഗ്രസിനെ വിളിക്കൂ, രാജ്യത്തെ രക്ഷിക്കൂ എന്നുള്ള ഒരു മുദ്രാവാക്യം സാധാരണ രാജ്യത്തുള്ള സമൂഹം ഉയർത്തിക്കൊണ്ടുവന്ന് കോൺഗ്രസിന് അധികാരത്തിൽ കൊണ്ടുവരും. ആ കോൺഗ്രസ് വരുമ്പോൾ രാജ്യത്തിന്റെ സ്ഥിതിഗതികൾ മാറും. നമുക്ക് പഴയ ഇന്ത്യയെ വീണ്ടെടുക്കാൻ കഴിയും. ആ ഒരു ശുഭപ്രതീക്ഷയുമായി ഞങ്ങൾക്ക് മുന്നോട്ട് സഞ്ചരിക്കാം. എന്റെ ശബ്ദം ശ്രമിച്ച, എന്നെ കേട്ട, എനിക്ക് പിന്തുണ അർപ്പിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട എൻ്റെ പ്രേക്ഷകർക്കും ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് 1000 മൂവർത്തിൽ ചാലിച്ച വിപ്ലവ അഭിവാദ്യം കൊണ്ട് ആ അഭിവാദ്യം നിർത്തുന്നു. പ്രതിരോധം അപരാധമല്ല. പ്രതിരോധിക്കേണ്ട മേഖലയിൽ നമ്മൾ പ്രതിരോധിക്കുക തന്നെ വേണം. അതൊരു അപരാധമായി കാണാൻ പാടില്ല എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരെയും ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഈ ചെറിയ പെരുന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്, ജയ് നാഷണൽ കോൺഗ്രസ്.